തിയറം 12 ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് വെച്ചിട്ട് ഒരു ഫംഗ്ഷന് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ എക്സ്ട്രീമാണ്. അപ്പോൾ അത് പേരുള്ള തിയറമാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ എക്സ്ട്രീമാണ്. അപ്പോൾ എഫ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി, f is continuous on closed interval AB and C be an interior point of I, and f is differentiable on open interval AC and open interval CB. അപ്പോൾ നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിക്കകത്ത് ഇടയ്ക്കത്തെ ഒരു പോയിൻ്റാണ് സി, എവിടേക്ക് എവിടെയെങ്കിലും ഉള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ എ സിയിലും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിളാണ്, സി ബിയിലും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ എ സി എ ബി എന്നുള്ള പോയിന്റുകളുടെ കാര്യം മാത്രം ഡിഫറൻഷ്യബിലിറ്റിക്ക് ഇവിടെ പറയാത്തുള്ളൂ. ബാക്കി എല്ലാ പോയിന്റുകളും ഡിഫറൻഷ്യബിൾ ആണെന്നാണ് പറയുന്നത്. എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി, ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ സി ആൻഡ് ഓപ്പൺ ഇൻ്റർവെൽ സി ബി. ഈ രണ്ട് ഇൻ്റർവെല്ലും അത് ഡിഫറൻഷ്യബിളുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടീഷൻ പറയുന്നത് ഇഫ് ദർ ഈസ് എ നെയ്ബർഹുഡ് ഓഫ് സി സച്ച് ദാറ്റ് if there is a neighborhood c minus delta c plus delta. അപ്പോൾ സിയുടെ നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ സിയിൽ നിന്ന് കുറച്ച് കുറച്ചു, സിയിൽ നിന്ന് കുറച്ച് കൂട്ടി. സബ്സെറ്റ് ഓഫ് ഐ സി മൈനസ് ഡെൽറ്റ സി പ്ലസ് ഡെൽറ്റ സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ സി മൈനസ് ഡെൽറ്റ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി, ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ സി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി പ്ലസ് ഡെൽറ്റ. അങ്ങനെയാണെങ്കിൽ എഫ് ഹാസ് എ മാക്സിമം റിലേറ്റീവ് മാക്സിമം അറ്റ് സി. അതായത് നമ്മൾ ഒരു ഇൻ്റർവെൽ കൺസിഡർ ചെയ്തു, ഇത് സി, ഇത് സി മൈനസ് ഡെൽറ്റ, ഇത് സി പ്ലസ് ഡെൽറ്റ. അപ്പം ഈ ഒരു പോർഷനിൽ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഈ ഒരു പോർഷനിൽ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പം സിയുടെ നെയ്ബർഹുഡിൽ സിയുടെ ലെഫ്റ്റ് സൈഡിലോട്ട് ഡെറിവേറ്റീവ് പോസിറ്റീവും നോൺ നെഗറ്റീവും. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഉള്ളതുകൊണ്ട് നമുക്ക് നോൺ നെഗറ്റീവ് എന്ന് പറയാം. ഇവിടെ ഇത് നെഗറ്റീവോ 0 അപ്പം ഇവിടെ നോൺ നെഗറ്റീവ്, ഇവിടെ നോൺ പോസിറ്റീവുമാണ്. അപ്പം സി മൈനസ് ഡെൽറ്റ തൊട്ട് സിയുടെ ലെഫ്റ്റ് സൈഡിലോട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യും സിയുടെ റൈറ്റ് സൈഡിലോട്ട് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഫോമിലുമാണ് എങ്കിൽ സി എന്നുള്ള പോയിന്റ് റിലേറ്റീവ് മാക്സിമം ആണ്. ഇനി നേരെ തിരിച്ച് സി മൈനസ് ഡെൽറ്റ സി പ്ലസ് ഡെൽറ്റ എന്നുള്ള ഇൻ്റർവെല്ലിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ലെഫ്റ്റ് സൈഡിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ സി മൈനസ് ഡെൽറ്റ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി, ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ സി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി പ്ലസ് ഡെൽറ്റ. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് പറയാം എഫ് ഹാസ് എ റിലേറ്റീവ് മാക്സിമം. therefore എഫ് ഹാസ് എ റിലേറ്റീവ് മാക്സിമം, ഇത് മിനിമം, റിലേറ്റീവ് മിനിമം അറ്റ് സി എന്ന് പറയാം. അപ്പം ഇത് ഗ്രേറ്റർ ദാൻ 0യിൽ നിന്ന് ലെസ് ദാൻ 0യിലോട്ട് പോവുക, അതായത് ഡെറിവേറ്റീവ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് പോകും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യിൽ നിന്ന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0യിലോട്ട് പോകുമ്പം റിലേറ്റീവ് മാക്സിമം എന്ന് പറയുന്നു. ഇവിടെ സി മൈനസ് ഡെൽറ്റ തൊട്ട് സി വരെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0യിൽ നിന്നിട്ട് പിന്നെ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യിലോട്ട് പോകുന്നു. അങ്ങനെ വരുമ്പോൾ അത് റിലേറ്റീവ്ലി മിനിമം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് എങ്കിൽ അപ്പോൾ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഈ പാർട്ടേ ചെയ്യുന്നുള്ളൂ, മാക്സിമത്തിൻ്റെ കാണിക്കുന്നുള്ളൂ, മിനിമം നമുക്ക് സിമിലർ ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മൾ എടുത്തേക്കുന്നത് എന്താ, there exists a neighborhood c minus delta c plus delta of c such that f dash of x greater than or equal to 0 for c minus delta less than x less than c, and f dash of x is less than or equal to 0 for c less than x less than c plus delta. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ. ഇത് നമ്മുടെ കയ്യിലുള്ള കണ്ടീഷൻ. ഇനി നമ്മൾ എക്സ് ആദ്യം നമ്മൾ ഈ ഒരു ഇൻ്റർവൽ കൺസിഡർ എക്സ് എലമെൻറ്റ് ഓഫ് സി മൈനസ് ഡെൽറ്റ സി എന്നുള്ള ഇൻ്റർവൽ എടുക്കുക. സി മൈനസ് ഡെൽറ്റ സി എന്നുള്ള ഇൻ്റർവൽ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് എക്സ് സി എന്നുള്ള ഇൻ്റർവൽ, അപ്പോൾ എക്സും സിയും ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇൻ്റർവൽ എക്സ് എ ബി ആണ്. അപ്പോൾ എക്സ് സിയിൽ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എക്സ് സി, ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇൻ്റർവൽ എക്സ് സി എന്ന് പറയുന്നത് കാരണം ഓപ്പൺ ഇൻ്റർവൽ എ ബി മൊത്തം ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ ഓപ്പൺ ഇൻ്റർവൽ എക്സ് സിയിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് മീൻ വാല്യൂ തിയറം അനുസരിച്ച് there exists a cx element of open interval xc such that f of c
മൈനസ് എഫ് ഓഫ് എക്സ്, നമ്മുടെ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി എക്സ് ഇൻറ്റു സി മൈനസ് എക്സ് എന്ന് പറയാമല്ലോ. ഇനി എഫ് ഡാഷ് ഓഫ് സി എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് സിയിലെ എലമെൻ്റ് ആണ്. എക്സ് സിയിലെ എലമെൻ്റ് എന്ന് പറയുമ്പം സി എക്സ് ബിലോങ്സ് ടു എക്സ് എന്ന് പറയുന്നത് സി മൈനസ് ഡെൽറ്റ സി എന്നുള്ളത്. അപ്പോൾ അത് സി മൈനസ് ഡെൽറ്റ സി എന്നുള്ള ഇൻ്റർവെല്ലിൽ എന്തായാലും വരുള്ളൂ. എക്സ് തന്നെ സി മൈനസ് ഡെൽറ്റ സി എന്നുള്ള ഇൻ്റർവെല്ലേ വരുള്ളൂ. അപ്പോൾ എക്സ് സി എന്തായാലും ഈ ഒരു ഇൻ്റർവെല്ലേ വരുള്ളൂ. അപ്പോൾ സി മൈനസ് ഡെൽറ്റ സി എന്നുള്ള ഇൻ്റർവെല്ല് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സോ ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. പിന്നെ സി എന്ന് പറയുന്നത് ഈ എൻ പോയിന്റ്, എക്സ് എന്ന് പറയുന്നത് ഈ എൻ പോയിന്റ്, ഇപ്പോൾ സി മൈനസ് എക്സും ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ദിസ് വിൽ ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് കിട്ടി എഫ് ഓഫ് സി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയാം. ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ഇത് ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എഫ് ഓഫ് സി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി, എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി വെൻ എക്സ് ലെസ് ദാൻ സി എന്ന് കിട്ടി. അപ്പോൾ എക്സും സിയും നമ്മൾ ആർബിട്രറി ആയിട്ട് എടുത്ത പോയിന്റ്, എക്സ് എന്ന് പറയുന്നത് ഈ ഇൻ്റർവെല്ലിൽ ഒരു ആർബിട്രറി പോയിന്റ്. അപ്പോൾ എക്സ് ലെസ് ദാൻ സി വന്നപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇത് എക്സ് ലെസ് ദാൻ സി വരുമ്പം എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി. അപ്പം ഇതൊരു ഇൻക്രീസിങ് ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ ഇത് റിലേറ്റീവ് സി എന്ന് പറയുന്നൊരു മാക്സിമം പോയിന്റ് ആണെന്ന് നമുക്ക് പറയാമല്ലോ. ഇനി നമ്മൾ അതിൻ്റെ മറ്റേ സൈഡും കൂടെ നമുക്ക് നോക്കണം. എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ലെസ് ദാൻ സി. ഇനി നമുക്ക് സി മൈനസ് ഡെൽറ്റ സി എന്നുള്ള പോയിന്റ് നമ്മൾ കണ്ടു. ഇനി സി പ്ലസ് ഡെൽറ്റ എന്നുള്ള ഇൻ്റർവെൽ കൺസിഡർ ചെയ്യണം. സി പ്ലസ് ഡെൽറ്റ എന്നുള്ള ഇൻ്റർവെല്ലിൽ നമ്മൾ എക്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് സി എക്സ് എന്നുള്ള ഇൻ്റർവെൽ, ഇനി സി തൊട്ട് എക്സ് വരെയുള്ള ഇൻ്റർവെൽ അല്ലേ അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സി തൊട്ട് എക്സ് വരെയുള്ള ക്ലോസ്ഡ് ഇൻ്റർവെൽ സി എക്സിൽ എഫ് കണ്ടിന്യൂസ് ആണ്, ഓപ്പൺ ഇൻ്റർവെൽ സി എക്സിൽ ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ നമുക്ക് പറയാം there exists a cx1 in open interval cx such that f of x minus f of c is equal to f dash of cx into x minus c. ഇവിടെ എക്സ് ആണ് ബിയുടെ സ്ഥാനത്ത് ആക്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ സി പ്ലസ് ഡെൽറ്റ എന്നുള്ള ഇൻ്റർവെല്ലിൽ ഒരു പോയിന്റ് എക്സ് എടുക്കുവാണെങ്കിൽ സി എക്സ് എന്നുള്ള ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിളും ആണ്. അപ്പോൾ there exists a cx1 such that f of x minus f of c is equal to f dash of cx into x minus c എന്ന് പറയാം. ഇനി സി എക്സ് എന്ന് പറയുന്നത് സി തൊട്ട് എക്സ് വരെയുള്ള സി തൊട്ടുള്ള ഇൻ്റർവെല്ലിലെ പോയിന്റ് ആയതുകൊണ്ട് ഈ സി തൊട്ട് സി പ്ലസ് ഡെൽറ്റ വരെ ഡെറിവേറ്റീവ് നെഗറ്റീവാണ്. അപ്പോൾ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയും. ഇവിടെ എക്സ് ആണ് വലുത്, അപ്പോൾ ഇത് പോസിറ്റീവ്. അപ്പോൾ ഇത് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വെൻ എക്സ് ഗ്രേറ്റർ ദാൻ സി. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി വെൻ എക്സ് ഗ്രേറ്റർ ദാൻ സി. അപ്പം f of x is less than or equal to f of c for x element of c plus delta എന്നുള്ള ഇൻ്റർവെൽ. c plus delta എന്നുള്ള ഇൻ്റർവെൽ നമ്മൾ എടുത്തപ്പം f of x ലെസ് ദാൻ ഓർ ഈക്വൽ ടു f of c എന്ന് കിട്ടി. ഇവിടെ നമ്മൾ എടുത്തപ്പം f of x ലെസ് ദാൻ ഓർ ഈക്വൽ ടു f of c വെൻ x ലെസ് ദാൻ c എന്ന് പറയുമ്പോൾ x ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ട് x എലമെന്റ് ഓഫ് c മൈനസ് ഡെൽറ്റ c. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി വെൻ എക്സ് എലമെന്റ് ഓഫ് സി മൈനസ് ഡെൽറ്റ സി ആൻഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി വെൻ എക്സ് എലമെന്റ് ഓഫ് സി പ്ലസ് ഡെൽറ്റ. അപ്പോൾ രണ്ട് ഇൻ്റർവെല്ലിലും, അതായത് സിയുടെ രണ്ട് പോർഷനിലും എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് പറയാം എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി for all x element of c minus delta c plus delta. അപ്പോൾ സിയുടെ നെയ്ബർഹുഡിൽ മൊത്തം എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ആയതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച റിലേറ്റീവ് മാക്സിമത്തിൻ്റെ കണ്ടീഷനാണ്. ആ സിയുടെ നെയ്ബർഹുഡിൽ മൊത്തം എഫ് ഓഫ് സി ആണ് വലുത്. അതുകൊണ്ട് നമുക്ക് പറയാം സി ഈസ് എ റിലേറ്റീവ് മാക്സിമം പോയിന്റ്. അപ്പോൾ ചെയ്ത പ്രോസസ്സ് ഒന്നും കൂടെ പറയാം. നമുക്ക് തന്നിരിക്കുന്നത്
there exists a neighborhood c minus delta c plus delta of c such that f dash of x is greater than or equal to 0 for this interval and f dash of x is less than or equal to 0 for this interval. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ. അപ്പം നമ്മൾ ആദ്യം എടുക്കുന്നത് ഈ ഇൻ്റർവെല്ലിലെ ഒരു പോയിൻ്റായിട്ട് എക്സ് എടുക്കുക. സി മൈനസ് ഡെൽറ്റ സി എന്നുള്ള ഇൻ്റർവെല്ലിലെ ഒരു പോയിൻ്റായിട്ട് നമ്മൾ എക്സ് എടുത്തു. അപ്പം എക്സ് സി എന്നുള്ള ഇൻ്റർവെൽ നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. നമുക്കറിയാം ഓപ്പൺ ഇൻ്റർവെൽ എ ബി മൊത്തം ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് എക്സ് സി എന്നുള്ള അതിൻ്റെ ചെറിയൊരു ഇൻ്റർവെൽ എക്സ് സി എന്ന് പറയുന്നത് എന്തായാലും ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽ ഈസ് എ സബ്സെറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി അതിൻ്റെ സബ്സെറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ എക്സ് സി മൊത്തം ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. പിന്നെ ഓപ്പൺ ഇൻ്റർവെൽ എ സിയിൽ മൊത്തം ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഓപ്പൺ ഇൻ്റർവെൽ എക്സ് സിയിലും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അപ്പോൾ ഇത് ഡിഫറൻഷ്യബിളുമാണ് കണ്ടിന്യൂസുമാണ് എക്സ് സി എന്നുള്ള. അപ്പോൾ നമുക്ക് എക്സ് സി എന്നുള്ള ഇൻ്റർവെല്ലിൽ നമുക്ക് മീൻ വാല്യൂ തിയറം വെച്ചിട്ട് ദെയർ എക്സിസ്റ്റ് എ സി എക്സ് ഇൻ എക്സ് സി ഒരു ഈ എക്സ് സി എന്നുള്ള ഇൻ്റർവെല്ലിൽ ഒരു പോയിന്റ് ഉണ്ട് സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി എക്സ് ഇൻറ്റു സി മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയാമല്ലോ. അപ്പം നമ്മൾ മീൻ വാല്യൂ തിയറം എക്സ് സി എന്നുള്ള ഇൻ്റർവെല്ലിൽ അപ്ലൈ ചെയ്തപ്പം എക്സ് സിയിൽ ഒരു പോയിന്റ് സി എക്സ് ഉണ്ട്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇനി സി എക്സ് എന്ന് പറയുന്നത് എക്സ് സി എന്നുള്ള ഇൻ്റർവെൽ എക്സ് എന്ന് പറയുന്നത് ഈ ഇൻ്റർവെല്ലല്ലേ വന്നേക്കുന്നത്. അപ്പം എക്സ് സി എന്ന് പറയുന്നത് ഈ ഒരു ഇൻ്റർവെല്ലിനകത്തേ വരത്തുള്ളൂ. അപ്പോൾ സി എക്സ് എന്ന് പറയുന്നത് സി മൈനസ് ഡെൽറ്റയ്ക്കും സിക്കും ഇടയ്ക്ക് കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. പിന്നെ സി എന്ന് പറയുന്നത് എക്സിനേക്കാളും വലുതായതുകൊണ്ട് സി മൈനസ് എക്സ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എഫ് ഓഫ് സി മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വരും. അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ഫോർ എക്സ് എലമെൻ്റ് ഓഫ് സി. അപ്പോൾ സി മൈനസ് ഡെൽറ്റ സി എന്നുള്ള ഇൻ്റർവെൽ എടുത്തപ്പം നമുക്ക് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് കിട്ടുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ കേസ് ആദ്യം നമ്മൾ സി മൈനസ് ഡെൽറ്റ സി എന്നുള്ള ഇൻ്റർവെൽ എടുത്തു. അവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് കിട്ടി. ഇനി നമ്മൾ സി പ്ലസ് ഡെൽറ്റ എന്നുള്ള ഇൻ്റർവെല്ലിൽ എക്സ് കൺസിഡർ ചെയ്യുക. അപ്പോൾ സി എക്സ് എന്നുള്ള ഇൻ്റർവെൽ സി തൊട്ട് എക്സ് വരെയുള്ള ഇൻ്റർവെൽ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അവിടെ ഫംഗ്ഷൻ കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളും ആയിരിക്കും. അപ്പം നമ്മൾ ആ ഇൻ്റർവെല്ലിൽ ഒരു സി എക്സ് വൺ ഉണ്ട് സച്ച് ദാറ്റ് എഫ് ഓഫ് നമ്മൾ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി എക്സ് വൺ ഇൻറ്റു എക്സ് മൈനസ് സി എന്ന് പറയാം. എക്സ് ആണ് ഇവിടെ വലുത്. ഇനി ഈ സി എക്സ് വൺ എന്ന് പറഞ്ഞാൽ സി എക്സ് സി വരുന്നതാണ്. സി എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വരുന്നത്. ഇവിടെ ഡെറിവേറ്റീവ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇത് പക്ഷേ എക്സ് സിയേക്കാളും വലുതായതുകൊണ്ട് ഇത് പോസിറ്റീവ്. അപ്പോൾ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഫോമിൽ വരും. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ഫോർ എക്സ് എലമെൻറ്റ് ഓഫ് സി സി പ്ലസ് ഡെൽറ്റ ഈ ഒരു ഇൻ്റർവെല്ലിൽ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് കിട്ടി. അപ്പോൾ രണ്ട് ഇൻ്റർവെല്ലിലും നമുക്ക് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി എന്നാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? സി എന്ന് പറയുന്ന ഒരു റിലേറ്റീവ് മാക്സിമം പോയിന്റ് ആണെന്ന് കിട്ടും. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സെക്കൻഡ് പാർട്ട് നമുക്ക് ഇതുപോലെ തന്നെ സിമിലർ ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി റിമാർക്കാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പറയുന്ന റിലേറ്റീവ് മാക്സിമം അല്ലെങ്കിൽ റിലേറ്റീവ് മിനിമത്തിൻ്റെ കേസാണ് പറഞ്ഞേക്കുന്നത്. അവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഓൺ ദ ഇൻ്റർവെൽ ആൻഡ് സി ഒരു ഇൻറ്റീരിയർ പോയിൻ്റാണ്. ആ ഇൻറ്റീരിയർ പോയിന്റിൽ എഫിന് റിലേറ്റീവ് മാക്സിമം ഉണ്ടാകാനുള്ളൊരു സഫീഷ്യൻറ്റ് കണ്ടീഷനാണ് നമ്മളവിടെ പറഞ്ഞേക്കുന്നത്. ആ ഇൻ്റർവെലിൻ്റെ അതായത് സി എന്നുള്ള പോയിന്റിൽ ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ നോക്കും. ഒരു നെയ്ബർഹുഡ് എങ്കിലും കാണും. സ്ഥലത്ത് സിയുടെ നെയ്ബർഹുഡിൽ മൊത്തം ഡെറിവേറ്റീവ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സിയുടെ ഇങ്ങോട്ടുള്ള നെയ്ബർഹുഡിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ പറയും എഫ് ഹാസ് എ റിലേറ്റീവ് മാക്സിമം അറ്റ് സി. ഇനി ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് മിനിമം ആണെന്നും പറയാൻ പറ്റും. പക്ഷേ തിരിച്ചുള്ള കോൺവേഴ്സ് കേസ് ഇല്ല എന്നുള്ളതാണ് അടുത്ത റിമാർക്കിൽ പറയുന്നത്. അതായത് അബ്സല്യൂട്ട് മിനിമം ഉണ്ട്. അബ്സല്യൂട്ട് മിനിമം ആണെന്നുള്ളതൊന്നും കൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് ഒരു സൈഡിലോട്ട് പോസിറ്റീവ് ഒരു സൈഡിലോട്ട് നെഗറ്റീവ് ആണെന്ന് നിർബന്ധം. രണ്ടും വരാം. പോസിറ്റീവും നെഗറ്റീവും ഒരേ സമയം വരാൻ പറ്റും. അതാണ് ആ എക്സാമ്പിളിൽ കാണിക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x⁴ plus x⁴ sin 1/x for x not equal to 0, 0 when x equal to 0 എന്നെടുത്താൽ f dash of x when x not equal to 0 അത് 8x³ plus 4x³ sin 1/x plus x⁴ cos 1/x into minus 1/x². x² x⁴ കൂടെ പോകുമ്പോൾ x². അപ്പോൾ അത് 8x³ plus 4x³ sin 1/x minus x² cos 1/x എന്ന് വരും. അപ്പം
ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു 0. എഫ് ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 0 അല്ലേ. അപ്പോൾ അത് 2x⁴ പ്ലസ് x⁴ സൈൻ 1/x ബൈ എക്സ് മൈനസ് 0 എഫ് ഓഫ് 0 0 ആണ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 2x³ പ്ലസ് x³ സൈൻ 1/x. എൻ്റെ അടുത്ത് എക്സ് ടേം ഉള്ളത് കൊണ്ട് ഇത് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 8x³ പ്ലസ് 4x³ സൈൻ 1/x മൈനസ് x² കോസ് 0 വെൻ x ഈക്വൽ ടു 0. ഇത് x നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8x³ പ്ലസ് 4x³ സൈൻ 1/x മൈനസ് x² കോസ് 1/x ആണ്. അപ്പം ഈ രണ്ട് ടേമും എക്സ് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായിട്ട് നിൽക്കും. പക്ഷേ ഈ ടേം എക്സ് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഇത് പോസിറ്റീവായിട്ടല്ലേ നമുക്ക് നിൽക്കുന്നത്. കാരണം എക്സ് പോസിറ്റീവ് ആകുമ്പം x² പോസിറ്റീവാണ്, എക്സ് നെഗറ്റീവ് ആണെങ്കിൽ x² പോസിറ്റീവാണ്. കോസ് മൈനസ് എക്സും കോസ് എക്സും സെയിമാണ്. അപ്പോൾ എക്സ് പോസിറ്റീവോ നെഗറ്റീവ് ആണെങ്കിലും ഇതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ സെയിം ആയിട്ടിരിക്കും. പക്ഷേ എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ഈ ടേമുകൾ പോസിറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ ഈ ടേമുകൾ നെഗറ്റീവ്. അപ്പം എക്സിൻ്റെ വാല്യൂവിന് ചെറിയ ചേഞ്ച് വരുമ്പം പോസിറ്റീവായിട്ടിരിക്കും. അപ്പം ഫോർ എക്സാമ്പിൾ എക്സ് പോസിറ്റീവാണെന്ന് വിചാരിക്കുക. എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ഇത് രണ്ടും പോസിറ്റീവാണ്, ഇതും പോസിറ്റീവ്. അപ്പോൾ ഈ രണ്ട് പോസിറ്റീവ് മൈനസ് ഇത് ചെയ്യുമ്പം ചിലപ്പം ഇതാണ് വലുതെങ്കിൽ ഈ ടേം പോസിറ്റീവായിട്ട് നിൽക്കും, ഇതാണ് ചെറുതെങ്കിൽ നെഗറ്റീവായിട്ട് നിൽക്കും. അപ്പം എക്സ് പോസിറ്റീവ് ആകുമ്പം തന്നെ എഫ് ഡാഷിന് പോസിറ്റീവ് ആകാനും നെഗറ്റീവ് ആകാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 0യുടെ റൈറ്റ് സൈഡിലോട്ട് നോക്കുമ്പം തന്നെ എഫ് ഡാഷ് പോസിറ്റീവും വരാം നെഗറ്റീവും വരാം. 0യുടെ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോഴും ഇതേ സെയിം പ്രശ്നം വരും, എഫ് ഡാഷ് നെഗറ്റീവും പോസിറ്റീവും വരാം. അപ്പം ഇവിടെ കാര്യം പറഞ്ഞാൽ 0 എന്ന് പറയുന്നത് ഒരു അബ്സല്യൂട്ട് മിനിമം പോയിന്റ് ആണ്. ആ ഒരു മിനിമം പോയിന്റ് ആണ്. പക്ഷേ അതിൻ്റെ ഒരു സൈഡിലോട്ട് തന്നെ ഡെറിവേറ്റീവ് പോസിറ്റീവും നെഗറ്റീവും വരുന്നുണ്ട്, മറ്റേ സൈഡിലോട്ടും 0യുടെ നെയ്ബർഹുഡിൽ എടുക്കുമ്പോൾ ഒരു സൈഡിൽ തന്നെ പോസിറ്റീവും നെഗറ്റീവും വരുന്നുണ്ട്. അതുപോലെ തന്നെ 0യുടെ മറ്റേ സൈഡിലും പോസിറ്റീവും നെഗറ്റീവും വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ കോൺവേഴ്സ് ട്രൂ അല്ല എന്നുള്ളതാണ് റിമാർക്കിൽ പറയുന്നത്. ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് മീൻ വാല്യൂ തിയറം, അതായത് നമ്മുടെ മീൻ വാല്യൂ തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, പക്ഷേ ഈ ക്വസ്റ്റ്യൻ ബാങ്കിലെ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ചിലപ്പോൾ ഇതിനകത്തൊന്നും ക്വസ്റ്റ്യൻസ് വരാൻ പറ്റും. അപ്പം നമ്മളിവിടെ ആദ്യം പറയുന്നത് നമ്മൾ റോൾസ് തിയറം അനുസരിച്ച് റോൾസ് തിയറത്തിൽ പറയുന്നത് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി, ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ബി, ആൻഡ് f of a equal to f of b equal to 0, then there exists a c in open interval ab such that f dash of c equal to 0 എന്നല്ലേ ക്രോൾസ് തിയറം പറയുന്നത്. എഫ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി, ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി, ആൻഡ് അതിൻ്റെ എൻ പോയിന്റുകളിലെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഈ എക്കും ബിക്കും ഇടയ്ക്ക് നമുക്കൊരു പോയിന്റ് സി കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യബിൾ ഓൺ എ ബി എന്ന് പറയുമ്പോൾ നമുക്ക് എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു ജി എന്ന് നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്? എഫ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആൻഡ് എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ഈക്വൽ ടു 0 ആണ് എങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എഫ് ഡാഷ് ഓഫ് ജി സി ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ അത് ജി ഓഫ് സി ഈക്വൽ ടു 0 എന്നല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ in open interval AB, and f of a equal to f of b equal to 0 implies there exists c in open interval AB such that g of c equal to 0 എന്നോ ജി ഓഫ് സി എന്ന് പറയുന്നത് നമ്മുടെ എഫ് ഡാഷ് ഓഫ് സി ആണ്. അപ്പോൾ നമ്മൾ റോൾസ് തിയറത്തിനെ അതിൻ്റെ ഡെറിവേറ്റീവ് വെച്ചിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ റോൾസ് തിയറത്തിൽ പറയുന്നത് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഒരു പർട്ടിക്കുലർ പോയിന്റ് എക്കും ബിക്കും ഇടയ്ക്കുള്ള ഒരു പോയിന്റിലെങ്കിലും ഡെറിവേറ്റീവ് 0 എന്നാണ് പറയുന്നത്. ഡെറിവേറ്റീവ് 0 എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് നമ്മൾ ജി എന്ന് വിളിക്കുവാണെങ്കിൽ ജി ഓഫ് സി ഈക്വൽ ടു 0. അപ്പോൾ എഫിൻ്റെ ഡെറിവേറ്റീവ് ആണ് ജി എങ്കിൽ എഫിന് എക്കും ബിക്കും ഇടയ്ക്ക് എഫിന് എയും ബിയും ഓരോ റൂട്ട്സ് ആണ് എങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ജിക്ക് അതിൻ്റെ ഡെറിവേറ്റീവിന് ഒരു റൂട്ട് കാണും. അതാണ് അവിടെ ആദ്യത്തെ നോട്ടിൽ തന്നേക്കുന്നത്. അത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് ഞാൻ സൈഡിൽ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വിശാലമായിട്ട് അത് പറയുവാണെങ്കിൽ ഇത്രേ ഉള്ളൂ. എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും 0 ആണെങ്കിലാണ് എഫ് ഡാഷ് ഓഫ് സി നമുക്ക് 0 എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം എയും ബിയും എഫ് 0 വരുന്ന രണ്ട് പോയിന്റുകളാണ് എങ്കിൽ
ആ എക്കും ബിക്കും ഇടയ്ക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് 0 വരുന്ന ഒരു പോയിന്റ് കാണും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കോസ് എക്സും സൈൻ എക്സും നമ്മൾ എടുത്തേക്കുന്നത്. നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എന്ന് പറയുന്നത് നമുക്ക് ജി എന്ന് എടുക്കുന്നത് കോസ് എക്സ് ആണ്. അപ്പം നമുക്ക് സൈൻ എക്സിൻ്റെ രണ്ട് സീറോസിൻ്റെ ഇടയ്ക്ക് സൈൻ എക്സ് 0 വരുന്ന രണ്ട് പോയിന്റുകളുടെ ഇടയ്ക്ക് കോസ് എക്സ് 0 വരുന്ന ഒരു പോയിന്റ് എങ്കിലും കാണും. അപ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ സൈൻ എക്സിൻ്റെ 0 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം 0 പൈയിൽ 0. അപ്പോൾ 0ക്കും പൈക്കും ഇടയ്ക്ക് ഒരു പോയിന്റ് കാണും കോസ് 0 വരുന്നത്. നമുക്ക് π/2 ഉണ്ടെന്ന് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ റോൾസ് തിയറം വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്തതാണ്. അപ്പം കോസ് എക്സ് നമ്മൾ എഫ് ഓഫ് എക്സ് നമ്മൾ സൈൻ എക്സ് എടുത്താൽ ജി എന്ന് പറയുന്നത് കോസ് എക്സ് വരും. അപ്പോൾ എനി 2 റൂട്ട്സ് ഓഫ് സൈൻ എക്സ് എയും ബിയും എന്ന് പറയുന്ന എഫിൻ്റെ രണ്ട് റൂട്ടുകളാണ്. 0 വരുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ എയും ബിയും എഫിൻ്റെ റൂട്ടാണ്. എയും ബിയും എഫിൻ്റെ റൂട്ടാണെങ്കിൽ ഡെറിവേറ്റീവിന് ഈ എക്കും ബിക്കും ഇടയ്ക്ക് ഒരു റൂട്ടുണ്ട്. അപ്പോൾ സൈൻ എക്സിന് രണ്ട് റൂട്ട്സിൻ്റെ ഇടയ്ക്ക് കോസ് എക്സിൻ്റെ ഒരു റൂട്ട് കാണും. എഗെയിൻ നമുക്കറിയാം ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ്, അത് മൈനസ് എഫ് ആണ്. അപ്പം ജി ഡാഷ് എന്ന് പറയുന്നത് മൈനസ് എഫ് ആയതുകൊണ്ട് ഇത് നമുക്ക് തിരിച്ചും പറയാൻ പറ്റും. ബിറ്റ്വീൻ എനി 2 റൂട്ട്സ് ഓഫ്, അതായത് നമ്മൾ ഫംഗ്ഷനായിട്ട് എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ രണ്ട് റൂട്ട്സ് കോസിൻ്റെ രണ്ട് റൂട്ട്സിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ രണ്ട് റൂട്ട്സ് ജി ഡാഷിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് എഫ് ആണല്ലോ. അപ്പോൾ നമുക്ക് സൈൻ്റെ ഒരു റൂട്ട് കാണും എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സൈൻ്റെ രണ്ട് റൂട്ടിനിടയ്ക്ക് കോസിൻ്റെ റൂട്ട് കാണും, കോസിൻ്റെ രണ്ട് റൂട്ടിനിടയ്ക്ക് സൈൻ്റെ റൂട്ട് കാണും. അപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർലേസ് ചെയ്ത് കിടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്താണ് കിടക്കുന്നത്. സൈൻ്റെ രണ്ട് റൂട്ടിനിടയ്ക്ക് കോസിൻ്റെ ഒരു റൂട്ട് കാണും, കോസിൻ്റെ രണ്ട് റൂട്ടിൻ്റെ ഇടയ്ക്ക് സൈൻ്റെ ഒരു റൂട്ട് കാണും. അതാണ് പറയുന്നത്. അപ്പം നമ്മൾ ചെയ്തിത്രേ ഉള്ളൂ. റോൾസ് തിയറം അനുസരിച്ച് എഫ് ഓഫ് എ കണ്ടിന്യൂറ്റി ഉണ്ട്, ഡിഫറൻഷ്യബിലിറ്റി ഉണ്ട്. അതിൻ്റെ എൻ പോയിന്റുകളിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? എയും ബിയും റൂട്ട്സ് ഓഫ് ദി ഫംഗ്ഷൻ എന്നുള്ളതാണ്. എയും ബിയും റൂട്ട്സ് ഓഫ് ദ ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവിന് ഈ എക്കും ബിക്കും ഇടയ്ക്ക് ഒരു പോയിന്റ് 0 വരുന്നത് കാണും, അല്ലെങ്കിൽ ഡെറിവേറ്റീവിന് എക്കും ബിക്കും ഇടയ്ക്ക് ഒരു റൂട്ട് കാണും. അപ്പോൾ നമ്മൾ സൈൻ എക്സും കോസ് എക്സും വെച്ച് ഇവാലുവേറ്റ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. സൈൻ എക്സിൻ്റെ രണ്ട് റൂട്ടിനിടയ്ക്ക് കോസ് എക്സിൻ്റെ ഒരു റൂട്ട് കാണും, കോസ് എക്സിൻ്റെ രണ്ട് റൂട്ടിനിടയ്ക്ക് സൈൻ എക്സിൻ്റെ ഒരു റൂട്ട് കാണും എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്തത് പറയുന്നത് ബെസൽസ് ഫംഗ്ഷനാണ്. അത് നിങ്ങൾക്ക് ബെസൽസ് ഫംഗ്ഷൻ എന്താണെന്ന് പറയാതെ നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല, അതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല. ബെസൽസ് ഫംഗ്ഷന് അത് ഫിസിക്സിൽ പഠിക്കാനുള്ളൊരു ഫുറിയർ സീരീസിനകത്തൊക്കെ പഠിക്കാനുള്ളൊരു സ്പെഷ്യൽ ഫംഗ്ഷൻ്റെ അകത്ത് വരുന്നതാണ് ബെസൽസ് ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എക്സ് റൈസ് ടു എൻ ജെ എൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എക്സ് റൈസ് ടു എൻ ജെ എൻ -1 എക്സും എക്സ് റൈസ് ടു എൻ -1 ജെ എൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ഓഫ് എക്സ് റൈസ് ടു -n ജെ എൻ +1 എക്സ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും റൂട്ട് കണ്ടുപിടിക്കാന്നുള്ളത്. അത് പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ബെസൽസ് ഫംഗ്ഷൻ അറിയത്തില്ല, അതുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അടുത്തത് മീൻ വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ മീൻ വാല്യൂ തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് എറർ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി എങ്ങനെ മീൻ വാല്യൂ തിയറം യൂസ് ചെയ്യാം എന്നുള്ളതാണ് അടുത്തത് കാണിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾ √5ൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു √x എന്ന് എടുക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു √x എടുത്ത് നമുക്ക് 105 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 100ൻ്റെ റൂട്ട് 10 ആണ്. അപ്പം 10നേക്കാളും കുറച്ചും കൂടെ വലിയൊരു റൂട്ടാണ് √105 എന്ന് പറയുന്നത്. അപ്പം 10 പോയിന്റ് സംതിങ് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം 11ൻ്റെ സ്ക്വയർ 121. അപ്പം 100നും 121നും ഇടയ്ക്കുള്ള ഒരു നമ്പറാണ് 105. അപ്പോൾ അത് 10 പോയിന്റ് സംതിങ്, 11 വരത്തുമില്ല, 10 പോയിന്റ് സംതിങ് വരാൻ സാധ്യതയെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ വാല്യൂ എങ്ങനെ അപ്രോക്സിമേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു √x എടുത്ത് നമുക്കറിയാം ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, ഡിഫറൻഷ്യബിളും ആണ്. അപ്പോൾ അത് 100 105 എന്നുള്ള ഇൻ്റർവെല്ലിൽ നമ്മൾ ഈ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക. 100 105 എന്നുള്ള ഇൻ്റർവെല്ലിൽ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് f is continuous in 100 105 and differentiable in 100 105. Therefore, there exists a c in 100 105 such that f of 105 minus f of 100 is equal to f dash of c into 105 മൈനസ് 100 എന്ന് പറയാലോ. ഇത് ബി, ഇത് എ ബി എന്നുള്ള ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസും ആണ് ഡിഫറൻഷ്യബിളും ആണ് എങ്കിൽ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി ഇൻറ്റു 1 ദിസ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ എഫ് ഓഫ് 105 എന്ന് പറയുന്നത് √105 മൈനസ് √100 ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത്
1/2 റൂട്ട് എക്സ് അല്ലേ? എഫ് ഓഫ് എക്സ് റൂട്ട് എക്സ് ആകുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/2 റൂട്ട് എക്സ്. അപ്പോൾ അത് 1/2 റൂട്ട് സി ഇൻറ്റു 105 മൈനസ് 100 എന്ന് പറയുമ്പോൾ അത് 5 വരും. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? റൂട്ട് ഓഫ് 105 മൈനസ് റൂട്ട് 100 ഈസ് ഈക്വൽ ടു 5/2 റൂട്ട് സി. അതിനെ ഇക്വേഷൻ 1 എന്ന് എടുക്കുക. അപ്പം റൂട്ട് ഓഫ് 105നും റൂട്ട് ഓഫ് 100ൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 5/2 റൂട്ട് സി ആണ്. വേർ സി ഈസ് എ എലമെൻറ്റ് ബിറ്റ്വീൻ 100 ആൻഡ് 105. അപ്പം നമുക്ക് സി എന്ന് പറയുന്നത് 100നും 105ൻ്റെ ആ ഇൻ്റർവെലിൻ്റെ ഇടയ്ക്കത്തെ ഒരു പോയിൻ്റാണ്. അപ്പോൾ നമുക്ക് അതിന് സ്ക്വയർ റൂട്ട് എടുക്കുവാണെങ്കിൽ റൂട്ട് ഓഫ് 100 ഈസ് ലെസ് ദാൻ റൂട്ട് സി ഈസ് ലെസ് ദാൻ 105 എന്ന് പറയും. ഇനി 105 എന്ന് പറയുന്നത് 121-നേക്കാളും ചെറുതാണ്. അപ്പോൾ ലെസ് ദാൻ 11 എന്ന് നമുക്ക് പറയും. അപ്പോൾ 10 ലെസ് ദാൻ റൂട്ട് സി ഈസ് ലെസ് ദാൻ 105 എന്ന് പറയുന്നത് ലെസ് ദാൻ 121 ആണ്. റൂട്ട് ഓഫ് 121 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ 9. അപ്പോൾ റൂട്ട് സിയുടെ വാല്യൂ ഇങ്ങനെയാണ്. അപ്പോൾ 1/10 ഈസ് ഗ്രേറ്റർ ദാൻ 1/റൂട്ട് സി ഈസ് ഗ്രേറ്റർ ദാൻ 1/11 എന്ന് പറയാലോ. അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് മൾട്ടിപ്ലൈ തിരിച്ച് എഴുതുവാണെങ്കിൽ 1/11 ഈസ് ലെസ് ദാൻ 1/റൂട്ട് സി ഈസ് ലെസ് ദാൻ 1/10 എന്ന് പറയാൻ പറ്റും. നമുക്ക് വേണ്ടത് 5/2 ആണ്. 5/2 റൂട്ട്സ്. അപ്പോൾ 5/2 കൂടെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് 5/2 ഇൻറ്റു 11 ഈസ് ലെസ് ദാൻ 5/2 റൂട്ട് സി ഈസ് ലെസ് ദാൻ 5/2 ഇൻറ്റു 10 എന്ന് പറയാമല്ലോ. നമുക്ക് വേണ്ട റിസൾട്ട് ഈ ഇക്വേഷനിനകത്തോട്ട് ഈ വാല്യൂ കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പം 5/2 റൂട്ട് സിയുടെ വാല്യൂ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സിയുടെ വാല്യൂ 100നും 105നും ഇടയ്ക്കാണെങ്കിൽ റൂട്ട് സിയുടെ വാല്യൂ 10നും 11നും ഇടയ്ക്കായിരിക്കും. അപ്പോൾ 1/റൂട്ട് സിയുടെ വാല്യൂ 1/11നും 1/10നും ഇടയ്ക്ക്. അപ്പം 5/2 റൂട്ട് സിയുടെ വാല്യൂ 5/2 ഇൻറ്റു 11നും 5/2 ഇൻറ്റു 10നും ഇടയ്ക്കായിരിക്കും കിടക്കുന്നത്. സോ 5/2 ഇൻറ്റു 11 അത് നമ്മൾ കാൽക്കുലേറ്റർ ചെയ്യുവാണെങ്കിൽ അത് 0.2272 ലെസ് ദാൻ 5/2 റൂട്ട് സി ഈസ് ലെസ് ദാൻ 5/2 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ അത് 5/2 ചെയ്യുമ്പോൾ നമുക്ക് 1.25 കിട്ടും. അപ്പം നമുക്ക് 5/2 റൂട്ട് സിയുടെ വാല്യൂ ഈ 0.2272നും 0.25നും ഇടയ്ക്കാണ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 105 മൈനസ് റൂട്ട് 10 105 മൈനസ് റൂട്ട് 100ന് നമുക്ക് 5/2 റൂട്ട് സി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം 105 മൈനസ് 10 റൂട്ട് ഓഫ് 105 മൈനസ് 10 എന്ന് പറയുന്നത് 5/2 റൂട്ട് സി ആണ്. ആ 5/2 റൂട്ട് സിയുടെ വാല്യൂ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ആയതുകൊണ്ട് നമുക്ക് ഈ വാല്യൂ, അതായത് റൂട്ട് ഓഫ് 105 മൈനസ് 10 റൂട്ട് ഓഫ് 105 മൈനസ് 10ൻ്റെ വാല്യൂ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കാന്ന് പറയാമല്ലോ. 0.2272 ഈസ് ലെസ് ദാൻ ദിസ് ഈസ് ലെസ് ദാൻ 0.25 എന്ന് കിട്ടും. ഇനി 10നും കൂടെ നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ 10.2272 ഈസ് ലെസ് ദാൻ റൂട്ട് ഓഫ് 1.5 ഈസ് ലെസ് ദാൻ 10.25 എന്ന് കിട്ടും. അപ്പം റൂട്ട് ഓഫ് 105ൻ്റെ വാല്യൂ 10.22നും 10.25നും ഇടയ്ക്കാണ് നമുക്ക് കിട്ടി. ഏകദേശം ഒരു എസ്റ്റിമേറ്റേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ ഇവ തമ്മിൽ ഇത് 10.227നും 10.25, അപ്പോൾ ഒരു 0.03 ഡിഫറൻസ് ഉണ്ട് ഇവ തമ്മിൽ. കുറച്ചും കൂടെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് റൂട്ട് ഓഫ് 105 ലെസ് ദാൻ 10.25 എന്നുള്ളത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ കൺക്ലൂഷൻ നമ്മൾ യൂസ് ചെയ്യുക. ഈ ഒരു പാർട്ട് നമുക്കിപ്പോൾ കിട്ടിയ ഈ കൺക്ലൂഷൻ നമ്മൾ യൂസ് ചെയ്യണം. റൂട്ട് ഓഫ് 105 ഈസ് ലെസ് ദാൻ 10.25. ഇനി നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് സി ലെസ് ദാൻ 105 ആയതുകൊണ്ട് നമുക്ക് റൂട്ട് ഓഫ് സി ഈസ് ലെസ് ദാൻ റൂട്ട് ഓഫ് 105 ഈസ് ലെസ് ദാൻ 10.25 എന്ന് നമുക്ക് പറയാലോ. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു റൂട്ട് സിയുടെ വാല്യൂ 10.25-നേക്കാളും ചെറുത്. റൂട്ട് സി ഈസ് ലെസ് ദാൻ 10.25. അപ്പോൾ 1/റൂട്ട് സി ഈസ് ഗ്രേറ്റർ ദാൻ 1/10.25 എന്ന് നമുക്ക് പറയാം. അപ്പം 5/2 റൂട്ട് സി 5/2 റൂട്ട് സി ഈസ് ഗ്രേറ്റർ ദാൻ 5/2 ഇൻറ്റു 10.25, അല്ലെങ്കിൽ 5/2 ഇൻറ്റു 10.25 ഈസ് ലെസ് ദാൻ 5/2 റൂട്ട് സി എന്ന് വരും. ഇനി 5/2 റൂട്ട് സി എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് 105 മൈനസ് 10 ആണ്. ഇതിനെ ഇക്വേഷൻ 3 എന്ന് എടുക്കാം. അപ്പം ഇത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുവാണെങ്കിൽ
in 10.25 is less than root of 105 minus 10 എന്ന് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പം നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് 0.2439 ഈസ് ലെസ് ദാൻ റൂട്ട് ഓഫ് 105 മൈനസ് 10 എന്ന് കിട്ടും. അപ്പോൾ 10 ആഡ് ചെയ്യുമ്പോൾ 10.2439 ഈസ് ലെസ് ദാൻ റൂട്ട് ഓഫ് 105. അപ്പം നമുക്ക് എന്ത് കിട്ടി? റൂട്ട് ഓഫ് 105ൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 10. നേരത്തെ നമ്മളത് വിച്ച് ഈസ് ലെസ് ദാൻ 10.25 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം 10.2439നും 10.25നും ഇടയ്ക്കാണ് നമുക്ക് 105ൻ്റെ വാല്യൂ. അപ്പോൾ നോക്കിയേ 0.00 ഡിഫറൻസിൽ നമുക്ക് 0.001 ഡിഫറൻസിൽ നമുക്കിത് കിട്ടി. ഇപ്പോൾ തമ്മിൽ 0.00 ഡിഫറൻസേ ഉള്ളൂ. 0.2439നും 10.25 എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 0.0061 ഡിഫറൻസിലാണ് ഇത് കിട്ടിയേക്കുന്നത്. അപ്പം കുറച്ചും കൂടെ അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് കിട്ടി. ഇനിയും വേണമെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് നമ്മളിവിടെ ചെയ്തത്. അപ്പം ചെയ്ത പ്രോസസ്സ് അത് ഇച്ചിരി വലിയ പ്രോസസ്സായിരുന്നു. അപ്പം ചെയ്ത പ്രോസസ്സ് ഒന്നും കൂടെ പറയാം. നമുക്ക് റൂട്ട് ഓഫ് 105നെ അപ്രോക്സിമേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് റൂട്ട് എക്സ് എടുത്തു. എഫ് ഓഫ് എക്സ് റൂട്ട് എക്സ് ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/2 റൂട്ട് എക്സ് ആയിരിക്കും. എഫ് ഓഫ് എക്സ് റൂട്ട് എക്സ്, അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/2 റൂട്ട് എക്സ് ആണ്. അപ്പം നമ്മൾ 100, 105 എന്നുള്ളൊരു ഇൻ്റർവെൽ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ ഇൻ്റർവെൽ ഫംഗ്ഷൻ കണ്ടിന്യൂസും ആണ്, ഡിഫറൻഷ്യബിളും ആണ്. അപ്പം മീൻ വാല്യൂ തിയറം വെച്ചിട്ട് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി ഇൻറ്റു ബി മൈനസ് എ എന്ന് എഴുതാൻ പറ്റും. അപ്പം നമുക്ക് പറയാം ഈ ഇൻ്റർവെൽ ഒരു സി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് സച്ച് ദാറ്റ് എഫ് ഓഫ് 105 മൈനസ് എഫ് ഓഫ് 100 ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി ഇൻറ്റു ദിസ് എഫ് ബി മൈനസ് എ. അപ്പോൾ അത് ഇവാലുവേ എഫ് ഓഫ് 105 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 105. റൂട്ട് ഓഫ് 105 മൈനസ് റൂട്ട് ഓഫ് 100 ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുമ്പോൾ 1/2 റൂട്ട് സി. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/2 റൂട്ട് എക്സ് ആണ്. അപ്പോൾ അത് 1/2 റൂട്ട് സി. 105 മൈനസ് 100 എന്ന് പറയുമ്പോൾ അത് 5 ആണ്. അപ്പോൾ നമുക്ക് റൂട്ട് ഓഫ് 105 മൈനസ് റൂട്ട് ഓഫ് 100 ഈസ് ഈക്വൽ ടു 5/2 റൂട്ട് സി. അതിന് ഇക്വേഷൻ 1 എടുത്തു. ഇനി സിയുടെ വാല്യൂ 100നും 105നും ഇടയ്ക്കായതുകൊണ്ട് റൂട്ട് എടുക്കുമ്പോൾ റൂട്ട് 100 ലെസ് ദാൻ റൂട്ട് സി ഈസ് ലെസ് ദാൻ റൂട്ട് 105 വിച്ച് ഈസ് ലെസ് ദാൻ ഇതെന്ന് എഴുതാലോ. അപ്പോൾ റൂട്ട് സിയുടെ വാല്യൂ 10നും 11നും ഇടയ്ക്കാണ്. അപ്പോൾ 1/√c എടുക്കുമ്പോൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇൻഇക്വാളിറ്റി തിരിഞ്ഞു വരും. അപ്പോൾ നമുക്ക് 1/11 ഈസ് ലെസ് ദാൻ 1/√c ഈസ് ലെസ് ദാൻ 1/10 എന്ന് പറയും. ഇനി നമുക്ക് വേണ്ടത് 5/2 റൂട്ട് സി ആയതുകൊണ്ട് ഇനി 5/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. അത് ഇവാലുവേറ്റ് ചെയ്യുവാണെങ്കിൽ കാൽക്കുലേറ്റർ ചെയ്താൽ മതി. ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഇക്വേഷൻ 1 അനുസരിച്ച് 105 മൈനസ് റൂട്ട് 100 എന്ന് പറയുന്നതാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്നത് കൊണ്ട് 105 മൈനസ് 10 എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ ഇതായത് ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്നത് കൊണ്ട് നമുക്ക് 105 മൈനസ് 10ൻ്റെ വാല്യൂ ഇതിൻ്റെ ഇടയ്ക്കാന്ന് പറയാം. അപ്പോൾ നമുക്ക് 10 അപ്പോൾ 10 കൂടെ വെച്ച് ആഡ് ചെയ്യുമ്പോൾ 10.2272നും 10.25നും ഇടയ്ക്കാണ് റൂട്ട് ഓഫ് 105 എന്ന് കിട്ടി. അപ്പോൾ കുറച്ചും കൂടെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ വേണ്ടി റൂട്ട് ഓഫ് 105 ലെസ് ദാൻ 10.25 എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുവാണ്. എന്നിട്ട് സി ലെസ് ദാൻ 105 ആയിരുന്നു, റൂട്ട് സി ലെസ് ദാൻ 105 യൂസ് ചെയ്തു. അപ്പോൾ റൂട്ട് സി ലെസ് ദാൻ ദിസ് എന്ന് കിട്ടി. അപ്പോൾ മുമ്പത്തെ പോലെ തന്നെ നമ്മൾ പിന്നെ റെസിപ്രോക്കൽ എടുത്ത് 5/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ദിസ് ഈസ് ലെസ് ദാൻ 5/2 റൂട്ട് സി എന്ന് കിട്ടി. അപ്പോൾ ഈ വാല്യൂ 5/2 റൂട്ട് സി എന്ന് പറയുന്നത് ലെസ് ദാൻ നമുക്ക് 5/2 റൂട്ട് സി എന്ന് പറയുന്നത് ഇതാണ്. അപ്പം നമുക്ക് ഇത് ഈക്വൽ ആണ്. അപ്പോൾ 5/2 ഇൻറ്റു 10.25 ഈസ് ലെസ് ദാൻ ദിസ് വിച്ച് ഈസ് ഈക്വൽ ടു ദിസ്. അപ്പോൾ നമുക്ക് 5/2 ഇൻറ്റു 10.25 ഈസ് ലെസ് ദാൻ റൂട്ട് ഓഫ് 105 ഇൻറ്റു 10 മൈനസ് 10 എന്ന് കിട്ടും. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ 0.2439 ആണ് കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ ലെസ് ദാൻ റൂട്ട് ഓഫ് 105 മൈനസ് 10 എന്ന് കിട്ടും. അപ്പോൾ റൂട്ട് ഓഫ് 105 എന്ന് പറയുന്നത് 10.2439 വലുതാണ്. പക്ഷേ അത് ലെസ് ദാൻ 10.25 എന്ന് നമുക്കറിയാം. നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ടൊരു വാല്യൂ കിട്ടും.